ചില പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഒന്ന് ഡോസ്. 1981 മൈക്രോസോഫ്റ്റ് ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. പൂർണ്ണരൂപം ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് പൂർണ്ണരൂപം? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ 1981 നമ്മൾ കാര്യങ്ങൾ പഠിച്ചേ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്, അതിലുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുകയാണ്. ആദ്യകാലത്ത് വന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1981 കമാൻഡ് ലൈൻ ഇന്റർഫേസ് വഴിയാണ് OS പ്രവർത്തിച്ചിരുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് പറഞ്ഞേ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് എത്ര രീതിയിൽ ഇടപെടാം നമുക്ക്? ഒന്ന് കമാൻഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർഫേസ് ചെയ്യാം, മറ്റൊന്ന് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അല്ലെ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇന്ന് ഞാനും നിങ്ങളും OS വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അതായത് ക്ലിക്കിങ്ങും ഡ്രാഗിങ്ങും ഒക്കെ ഉള്ള ഗ്രാഫിക്സ് ഉള്ള ഇന്റർഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് കമാൻഡ്സ്, ബ്ലാക്ക് സ്ക്രീനിലെ കമാൻഡ്സ് എഴുതി കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അതാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. അപ്പോ ഈ ഡോസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഒരു ഇന്റർഫേസ്. ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതാ ഇതേപോലെ കമാൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതുപോലെ കണ്ടോ? കണ്ടില്ലേ? ഇങ്ങനെ കമാൻഡുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതിനു വേണ്ടി ഇതിനു വേണ്ടിയൊക്കെ എന്താണ് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇത്തരത്തിലുള്ള അപ്പൊ കമാൻഡിനനുസരിച്ച് റിപ്ലൈ നമുക്ക് കിട്ടും, കമാൻഡിനനുസരിച്ച് ഹാർഡ്വെയറുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഡോസ് കേട്ടോ. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പഠിച്ചു. കമാൻഡ് ലൈൻ OS വഴിയാണ് പ്രവർത്തിച്ചത്. ഒരു സമയം ഒറ്റ ഉപഭോക്താവിന് മാത്രം ഉപയോഗിക്കാവുന്നതും ഒറ്റ പ്രോഗ്രാം മാത്രം റൺ ചെയ്യുന്നതും സിംഗിൾ ടാസ്കിംഗ് ആണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ ടാസ്കിംഗ് ആണോ? ഇപ്പൊ ഞാൻ നോക്കിയേ, ഇപ്പൊ ഇതാ അവിടെ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ടെലഗ്രാം നോക്കണമെങ്കിൽ ടെലഗ്രാം നോക്കാം, എനിക്ക് വാട്സപ്പ് നോക്കണമെങ്കിൽ വാട്സപ്പ് നോക്കാം, എനിക്ക് PDF ഓപ്പൺ ആക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇങ്ങനെ ഇവിടെ എന്റെ OBS വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ സ്ലൈഡ് ഷോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഇവിടെ സ്കൈപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ പല വിധത്തിലുള്ള ഫെസിലിറ്റി ഉണ്ട്. മൾട്ടി ടാസ്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഡോസ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഒരൊറ്റ ടാസ്ക്, സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡോസ്. സിംഗിൾ യൂസർ സിംഗിൾ ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡോസ്. അപ്പൊ 1981 വന്നത്. മൈക്രോസോഫ്റ്റിന്റെ ആണ് കേട്ടോ. വിൻഡോസ് ഒക്കെ കൊണ്ടുവന്ന മൈക്രോസോഫ്റ്റിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് ഇത്. ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിന്റെ പൂർണ്ണരൂപം. ഹാൻഡ്സ് വഴിയാണ് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഒരേ സമയം ഒരാൾക്ക് മാത്രം, ഒരു സമയം ഒരൊറ്റ പ്രോഗ്രാം മാത്രം എന്നുള്ളതാണ് ഡോസ്. പരിമിതമാണ് അല്ലെ, അതുകൊണ്ട് തന്നെയാണ് ഇന്നത് ഉപയോഗിക്കാത്തത്. ഓക്കെ, നെക്സ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അത് വിൻഡോസ് അല്ലേ? ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ എന്നിവരാണ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകർ. ആരാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയത്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് പുറത്തിറക്കിയത് കേട്ടോ. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്. ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? മൈക്രോസോഫ്റ്റ് കമ്പനിയുടെയാണ്. ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് ഇത് കണ്ടുപിടിച്ചത്. ബിൽ ഗേറ്റ്സ് ചിലപ്പോ മെയിൻ സ്ട്രീമിലൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ പോൾ അലനും കൂടി അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം കൂടിയാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ വിൻഡോസ് 1.0 1985 ഇത് പുറത്തിറങ്ങിയത്. ഞാൻ പണ്ടൊന്നും കമ്പ്യൂട്ടർ പഠിപ്പിക്കുമ്പോൾ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വർഷം മുന്നേ ഒക്കെ, 5 വർഷമായിട്ട് ഇപ്പൊ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്, 5 വർഷം കഴിഞ്ഞു. അപ്പൊ ആദ്യമൊന്നും ഞാൻ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വർഷങ്ങൾ പഠിപ്പിക്കില്ലായിരുന്നു.
കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ 2014 മുതൽ 19 വരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഏരിയ വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. അതിലൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന വർഷങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, വർഷങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. യെസ്, ഇനി ഈ ചോദ്യം PSC ചോദിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എന്റെ സ്ലൈഡിലും ക്ലാസ്സിലും ഒക്കെ വർഷം ഉൾപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, 1985 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. അത് 100% ഷുവർ ആണ്. ഈ 1984 എവിടെയാ വന്നതെന്നുള്ളത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. 1985 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നതെന്നുള്ളത് പക്കാ ഷുവർ ആണ്, PSC ചോദ്യമാണ് കേട്ടോ. ഏറ്റവും പുതിയ വിൻഡോസിന്റെ വേർഷൻ വിൻഡോസ് 11 ആണ്. 12ന്റെ ബീറ്റ വേർഷൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 11 ആണ് ഒഫീഷ്യലി പുറത്തിറങ്ങിയതിൽ ഏറ്റവും പുതിയത്. ആദ്യത്തേത് 1.0 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോ ഡോസ് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയത് 1981 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയത് 1985 എന്ന പോയിന്റ് പഠിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? ഏത്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡെവലപ്പ് ചെയ്തത് ആരാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനും കൂടെ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, യെസ്. ആദ്യ വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 1.0. ലേറ്റസ്റ്റ് വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 11 ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, വിൻഡോസ് 11 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ അതും എന്ത് ചെയ്യാം, അക്കൂട്ടത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം. ഇനി രാജാവാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കെൻ തോംസൺ, ഡെന്നിസ് റിച്ചി, ബ്രയാൻ കെർണിഗർ എന്നിവർ 3 പേർ ചേർന്നാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. ആരൊക്കെയാ? കെൻ തോംസൺ, ഡെന്നിസ് റിച്ചി, ബ്രയാൻ കെർണിഗർ എന്നിവർ ചേർന്നാണ് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. ഇതെന്താ രാജാവ് എന്ന് പറയാൻ കാരണം? ഓക്കെ, ആദ്യത്തെ മൾട്ടി ടാസ്കിംഗ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുണിക്സ്. ഇത് രാജാവാന്ന് പറയാൻ കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ കിടക്കുന്നത് ഏതിലാണ്? ഇപ്പോഴും യുണിക്സിലാണ്. ഓക്കെ, യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു പറയുന്നു, ആപ്പിളിന്റെ iOSന്റെ വരെ ബേസിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യുണിക്സിന്റെയാണ് കേട്ടോ. ഓക്കെ, അതായത് മൾട്ടി ടാസ്കിംഗ് മൾട്ടി യൂസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് യുണിക്സിലാണ് കേട്ടോ. ആദ്യത്തെ മൾട്ടി ടാസ്കിംഗ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുണിക്സ്. പക്ഷെ യുണിക്സ് ആയിട്ട് നിലനിൽക്കുന്നില്ല. യുണിക്സ് മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സഹായമായിട്ട് കുറച്ച് ഫയൽസ് ഒക്കെ അവർ കൊടുത്തിട്ട് എടുത്തോടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് യുണിക്സ് ചെയ്തത് കേട്ടോ. ഓക്കെ, ആരാ കണ്ടുപിടിച്ചത്? കെൻ തോംസൺ ആൻഡ് ഡെന്നിസ് റിച്ചി ആൻഡ് ബ്രയാൻ കെർണിഗർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇവിടെ AT&T ബെൽ ലബോറട്ടറീസിലാണ് ഈ പറയുന്ന 1971 യുണിക്സിന്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കിയത്. കുറച്ചും കൂടെ പഴയതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കെൻ തോംസൺ, ആരാത്? കെൻ തോംസൺ ബി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചു. ബി. അതിനുശേഷം നമ്മുടെ ഡെന്നിസ് ചേട്ടൻ, ഇത് അയാള് ഡെന്നിസ് റിച്ചി, ഡെന്നിസ് റിച്ചി സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചത്. പിന്നെ ഈ ബ്രയാൻ കെർണിഗർ എപ്പോഴെങ്കിലും അതിന്റെ കൂടെ കൂടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ആദ്യമായിട്ട് ബി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് കെൻ തോംസൺ ആണ്. സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് ഡെന്നിസ് റിച്ചി ആണ്. ഇവര് രണ്ടുപേരും കൂടിയും, സി ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലെ, അപ്പൊ ആ സി പ്രോഗ്രാം വെച്ചിട്ടാണ് യുണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചത്.
ബ്രയാൻ കെർണിഗർ കൂടി, അദ്ദേഹം എന്താണ് പാർഷ്യലി ഉണ്ടാവുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ കെൻ തോംസനെയും ഡെന്നിസ് റിച്ചിയാണ് പല പഴയ ബുക്കുകളും കാണാൻ പറ്റുക കേട്ടോ. കെൻ തോംസൺ, ഡെന്നിസ് റിച്ചിയും സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പോയിന്റ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിർമ്മിച്ച, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് നിർമ്മിച്ച ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുണിക്സ്. അതിന് മുമ്പേ ഉണ്ടായിരുന്നത് ഒന്നുമില്ല, അതൊക്കെ അതിന് മുന്നേ ഒക്കെ തുടക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം 81 ഡോസ് കണ്ടുപിടിച്ചതേ അതൊക്കെ ഇതിന് ശേഷമാണ് അല്ലെ. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏതെന്ന് പഠിച്ചു വെക്കാം, യുണിക്സ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. യുണിക്സ് കേട്ടോ. അപ്പൊ യുണിക്സിനെ കുറിച്ച് കുറച്ച് അധികം പ്രത്യേകതകൾ ഉണ്ട്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കണേ. യുണിക്സ് അല്ല എല്ലാവരും അങ്ങനെ നോക്കി പോകുന്ന ഒരു ടോപ്പിക് അല്ല, പക്ഷേ ചോദ്യങ്ങൾ വരാറുണ്ട്. 1971 കണ്ടുപിടിച്ചത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഏതാ ലാംഗ്വേജ്? സി. ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു? കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും. ആദ്യത്തെ മൾട്ടി ടാസ്കിംഗ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുണിക്സ് എന്നും പഠിച്ചു നോക്കാം. എന്തായാലും ഓർമ്മയുണ്ടോ? നമ്മൾ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർച്ച് ചെയ്ത സമയത്ത്, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർച്ച് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് യുണിക്സ് അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ കേട്ടോ. അപ്പൊ ആദ്യത്തെ മൾട്ടി ടാസ്കിംഗ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യുണിക്സ് എന്നും പഠിച്ചു നോക്കാം. അപ്പൊ ആരാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് അത് ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. ഏതാ വർഷം? 1985 എന്ന് പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. ഇനി ആദ്യത്തെ നമ്മൾ ആദ്യം പഠിച്ച ഏതായിരുന്നു? ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വർഷമായിരുന്നു? 1981. ഇതാണെങ്കിൽ 1971 ഇതിന്റെ പോയിന്റുകളും പഠിച്ചു. അടുത്ത ലിനക്സ്. ഞാൻ പറഞ്ഞു 100 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ PSC തരും. 1000 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 1000 എണ്ണം തരും. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കി 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 പോവാണ് കേട്ടോ. ഓക്കെ. ആദ്യത്തെ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? ലിനക്സ്. ഓപ്പൺ സോഴ്സ്, ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്പൺ സോഴ്സ് എന്ന ടേം കേട്ടിട്ടുണ്ടോ? യെസ്. യുണിക്സ് ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. അതായത് ഒരു കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് ജനുവരി 1 എന്നാ പിന്നെ ഇന്നൊന്ന് കണ്ടുപിടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റിൽ അങ്ങ് വരുന്നതല്ല. ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഇയേഴ്സ് ഓഫ് എക്സ്പെരിമെന്റ്സിൽ നിന്ന് വരുന്നതാണ്. ചിലപ്പോ നമ്മൾ പല ബുക്കിലും പലതായിട്ട് കാണുകേക്കാം. യെസ്, നമുക്ക് അതുകൂടി നോക്കാം. ഓക്കെ. യെസ്, അതുകൊണ്ട് അത് ചോദിക്കാറില്ല, വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. പക്ഷെ വിൻഡോസ് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെന്താ, യുണിക്സ് OS ഇൻവെന്റ് ചെയ്ത് അല്ലെ. യുണിക്സ് ഇത് DC-യുടെ ബുക്കിലാണ് 71 ഉള്ളത്. യുണിക്സ് OS ഇൻവെന്റഡ് ഇയർ നോക്കാം നമുക്ക്. 69 കാണുന്നുണ്ട് അല്ലെ. യെസ്. ഇനി ഇൻവെന്റഡ് ഒഫീഷ്യൽ പബ്ലിഷ്ഡ് ഇയർ നോക്കാം. ഒഫീഷ്യലി പബ്ലിഷ്ഡ് യെസ്, കണ്ടോ നിങ്ങളെ? ഒഫീഷ്യലി പബ്ലിഷ്ഡ് 1970 കാണുന്നുണ്ടോ? യെസ്, ഇൻവെന്റ് ചെയ്ത് 69 70. പിന്നെ അത് ഓരോ സിസ്റ്റത്തിലും കിട്ടിയത് ചിലപ്പോൾ 71 കേട്ടോ. അപ്പൊ ഇൻവെന്റഡ് എന്നുള്ളതിന്റെ അവിടെ അതൊക്കെ കൺഫ്യൂഷൻ. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ PSC കഷ്ടകാലത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് പോകും 71 എന്നുള്ള വർഷമൊക്കെ കേട്ടോ. അപ്പൊ കണ്ടുപിടിച്ചത് 69 എന്ന് കൂടി മനസ്സിലുണ്ടായിരിക്കാം കേട്ടോ. ഓക്കെ. യെസ്, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഉണ്ടാവും. പക്ഷെ 85 വിൻഡോസ് PSC ഓൾറെഡി ചോദിച്ചതാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ ലിനക്സ് 91 കണ്ടുപിടിച്ചു. പക്ഷെ 92 അത് പുറത്തിറങ്ങിയത് കേട്ടോ. അതാണ് വർഷങ്ങൾ. നമ്മളെ ഈ പറയുന്ന ടെക്നോളജിക്ക് വർഷങ്ങൾ എന്ന് പറയുന്നത് ഒഫീഷ്യലി നമ്മൾ ഒരു ഇനാഗുറേഷൻ നടക്കുന്ന പോലെയല്ല, ഇയേഴ്സ് ഓഫ് എക്സ്പെരിമെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമ്മളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കാത്തത്. എങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി പോകണല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. യെസ്, അപ്പൊ ഇൻവെന്റ് ചെയ്തത് യുണിക്സ് ഇൻവെന്റ് ചെയ്തത് 69. യെസ്, അതേ സിസ്റ്റത്തിലേക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് 71 കേട്ടോ. ആ ഒരു കാലഘട്ടം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോ ആദ്യത്തെ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? ലിനക്സ്. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പൺ സോഴ്സ്?
നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഴുതുന്ന കോഡിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുക. അതെല്ലാവർക്കും അറിയാമോ? സോഴ്സ് കോഡ്. നമ്മളൊരു സോഫ്റ്റ്വെയർ എഴുതുന്ന കോഡിനെ എന്താ വിളിക്കുക? സോഴ്സ് കോഡ് എന്ന് വിളിക്കും. സോഴ്സ് കോഡ്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത കോഡിനെ സോഴ്സ് കോഡ്, എന്റെ സോഴ്സ് കോഡ് എന്നാണ് അതിനെ പറയുക, അല്ലെ? ആ സോഴ്സ് കോഡ് ഓപ്പൺ ആയിരിക്കും. അതായത് ഒരു തുറന്ന പുസ്തകം പോലെ സോഴ്സ് കോഡ് വെക്കുന്നു. ആർക്കും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ആർക്കും അതിൽ എന്ത് ചെയ്യാം, അത് കോപ്പി ചെയ്യാം, ആർക്കും ഉപയോഗിക്കാം, ആർക്കും യൂസ് ചെയ്യാം, ആർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇത്തരം ഫെസിലിറ്റി ഉള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ സോഴ്സ് കോഡ് എന്താണ്? നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ. അത്തരത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് എന്ന് പറഞ്ഞാൽ തന്നെ, ലിനക്സ് എന്ന് പറയരുത്, ഗ്രൂ ലിനക്സ് എന്ന് പറയണം, അല്ലെ? അത് നമ്മൾ പഠിച്ചാണ്, ഗ്രൂ ലിനക്സ്. ഓക്കെ, യെസ്. അപ്പോ ഇത്തരത്തിൽ സോഴ്സ് കോഡ് ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. 1991 ലിനസ് ടോർവാൾഡ്സ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ആരാ കണ്ടുപിടിച്ചത്? ലിനസ് ടോർവാൾഡ്സ്. യുണിക്സ് അടിസ്ഥാനമാക്കിയാണ് ലിനക്സ് നിർമ്മിച്ചത്. രാജാവ് എന്ന് ഞാൻ അവിടെ പറയാൻ കാരണം മനസ്സിലായോ? ഓരോന്നോരോന്ന് എടുക്കുമ്പോഴും നമുക്കത് പഠിക്കാം കേട്ടോ. ഇനി യുണിക്സ് അടിസ്ഥാനമാക്കിയാണ് ലിനക്സ് വികസിപ്പിച്ചത്. ലിനക്സിന്റെ ലോഗോ ടക്സ് എന്ന പെങ്കിനാണ്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ലിനക്സിന്റെ ലോഗോ കാണാത്തവര്? പെങ്കിനെ ഓർമ്മയില്ലേ? ലിനക്സിന്റെ ലോഗോ ടക്സ് എന്ന് പറയുന്ന പെങ്കിൻ കണ്ടില്ലേ? പെങ്കിന്റെ മേളം. ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോഗോയാണ് ടക്സ്. ടക്സ് എന്നുള്ളതാണ് ആ പെങ്കിന്റെ പേര് കേട്ടോ, ടക്സ്. ലിനക്സ് ഉപയോഗിച്ച്, അപ്പൊ അതൊക്കെ അല്ലേ? എന്താ? അതൊരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. നാട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്തേ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 91 വന്നത്. ലിനസ് ടോർവാൾഡ്സ് ആണ് അത് കണ്ടുപിടിച്ചത്. അത് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. യുണിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, യുണിക്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ലിനക്സിന്റെ ലോഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണെന്ന് പഠിച്ചു വെക്കാം. ടക്സ് എന്ന പെൻഗ്വിനാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു. ഓക്കെ, ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ വികസിപ്പിച്ച, അതായത് ഇത് ആർക്കും എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അല്ലെ? ആർക്കും എഡിറ്റ് ചെയ്തൂടെ? അപ്പോ ഇന്ത്യ വികസിപ്പിച്ച ലിനക്സിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ബോസ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഓക്കെ, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ കേട്ടോ. ഓക്കെ, യെസ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ലോഗോ മാറിയില്ലേന്നോ? ലിനക്സിന്റെ ലോഗോ മാറിയില്ലല്ലോ. ട്വിറ്റർ ആണ് ഉദ്ദേശിച്ചത്. ലിനക്സിന് ന്യൂ ലോഗോ ഉണ്ടോ? യെസ്, ലിനക്സിന് അങ്ങനെ ന്യൂ ലോഗോ ഇല്ലല്ലോ. ട്വിറ്ററിന്റെ ലോഗോ അല്ലേ മാറിയേ? അതാണോ ഉദ്ദേശിച്ചത്? മാറിപ്പോയതാണോ? യെസ്. അപ്പോ ടെക്സ് എന്ന പെങ്കിനാണ്. അപ്പൊ ഇതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇന്ത്യ ഇറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്? ബോസ്. ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഇതിനെ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാലോ, അല്ലെ? അപ്പൊ ഇതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇന്ത്യ ഇറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. എന്താണ്? സീഡാക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മോഡിഫൈ ചെയ്തത് കേട്ടോ. സീഡാക് എന്ന് പറയുന്ന കമ്പനിയാണ് യെസ് ഇത് മോഡിഫൈ ചെയ്തത്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ മോഡിഫൈ ചെയ്തത് സീഡാക് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വർഷം വേണോ? അതിന് വർഷം നമുക്ക് ബുക്കുകളിൽ നോക്കാം. നമ്മൾ സെർച്ചിൽ നോക്കി കഴിഞ്ഞാൽ കുറെ ഇതുണ്ടാവും. യെസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2007 കേട്ടോ. 2007 എന്ത് ചെയ്തത്? യെസ് ആണോ? അത് 8 ആരോ കമന്റ് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 8 കിട്ടുമായിരിക്കും, അല്ലെ? പക്ഷെ നമ്മുടെ കയ്യിൽ വിശ്വസനീയമായ ഒരു റാങ്ക് ഫയൽ ഒരു ബുക്കിലുള്ളത്, പഴയ PYQന്റെ ഒരു ബുക്കിലുള്ളത് 2007 ആണ്. ചിലപ്പോൾ PYQ നോക്കിയിട്ടായിരിക്കും അത് എടുത്തിണ്ടാവുക കേട്ടോ. യെസ്, അതാ ഞാൻ പറഞ്ഞത്. വർഷങ്ങൾ ഇനിയിപ്പോ ഇത് PSC 2007 കൊടുത്തു വിചാരിക്കുക, അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അപ്പോ 2007-8 കാലഘട്ടത്തിലാണ് സീഡാക് എന്ന് പറയുന്ന കമ്പനിയാണ് ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് കേട്ടോ. ഇനി അതില് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. തേജാസ്, തേജ, ആനന്ദ്, തരംഗ്, തരംഗ്, സേതു,
അനോഖ, അനൂപ്, സേവ്യർ, അനൂപ്, തേജസ്, ആനന്ദ്, തരംഗ്, സേതു, അനോഖ, ഇതൊക്കെ ബോസിന്റെ പല പല വേർഷൻസ് ആണ്. നമ്മള് വിൻഡോസ് 11, 10, 8, 8.1 എന്നൊക്കെ പറയൂലേ, അതേപോലെ ബോസിന്റെ പലതരത്തിലുള്ള വേർഷൻസ് ആണ്. സേവ്യർ, അനൂപ്, തേജസ്, ആനന്ദ്, തരംഗ്, സേതു, അനോഖ എന്ന പോയിന്റ് ഒക്കെ നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചേനെ അല്ലെ. പി എസ് സി ഇതുവരെ ചോദിക്കാത്തതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ നോക്കാത്തത്. 2007 സീഡാക് ആണ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? പൂനെയാണ് ആസ്ഥാനം. ആദ്യത്തെ ഡയറക്ടർ ആരാണ്? വിജയ് പി ബഡ്കർ ആണ്. നമ്മൾ പഠിച്ചില്ലേ വിജയ് പി ബഡ്കർ അല്ലെ. വിജയ് പി ബഡ്കർ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായ വിജയ് പി ബഡ്കർ ആണ് സീഡാക്കിന്റെ ആദ്യത്തെ ഡയറക്ടർ. പൂനെയാണ് ആസ്ഥാനം. ഓക്കെ, അപ്പൊ സേവ്യറും അനൂപും തേജസും ആനന്ദയും തരംഗും സേതുവും അനോഖയും ഒക്കെ ഈ പറയുന്ന ബോസിന്റെ പല വേർഷൻസ് ആണ്. 2007 വന്നത് എന്ന് പോയി പഠിച്ചു കേട്ടോ. സെറ്റല്ലേ? അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കാം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 18 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്യും. 18 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്, ഈ പറയുന്ന ബോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ. 18 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം 91, 92 വന്നത്. 91 ബുക്കുകളിൽ ഉള്ളത് ലിനക്സ്. ഓക്കെ, അതൊരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിന്റെ ലോഗോയിലുള്ളത് ടെക്സ് ആണ്. അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നത് യുണിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ലിനക്സിനെ മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ബോസ് എന്ന് പഠിച്ചു വെക്കാം. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ്. എവിടെയാണ് അത് ഡെവലപ്പ് ചെയ്തത്? സീഡാക്കിലാണ് ഡെവലപ്പ് ചെയ്തത്. ആരാണ് അതിന്റെ ആദ്യത്തെ ഡയറക്ടർ? വിജയ് പി ബഡ്കർ ആണ്. പൂനെയാണ് ആസ്ഥാനം. 2007 ബോസ് വന്നത്. 18 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഗ്നു ലിനക്സ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഗ്നു ലിനക്സ് എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ പേര്. ഓക്കെ, ഗ്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഗ്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ സോഴ്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്നു കേട്ടോ. ഗ്നു. ഇനി ഗ്നുവിന്റെ ലോഗോ അറിയാം നിങ്ങൾക്ക്? ഗ്നുവിന്റെ ലോഗോ കണ്ടിട്ടോ? കണ്ടോ? ഇതാണ് ഗ്നുവിന്റെ ലോഗോ. കാട്ടുപോത്തോ എന്താ അതിനെ വിളിക്കുക? ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റ് എന്നാണ്. ഓൾസോ കോൾഡ് ഗ്നസ്. ഇതാ ഈ ലോഗോ കണ്ടോ? ഈ ഗ്നു എന്ന വാക്കിന്റെ അർത്ഥം ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്നു എന്ന് പറയുന്ന ലോഗോ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അതിനുശേഷമാണ് ലിനക്സ് എന്ന് പറഞ്ഞ് വരുന്നത്. ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കേണലിന്റെ പേരാണ്. ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്നു എന്നുള്ളത് ഓപ്പൺ സോഴ്സ് ആണ്, അതിന്റെ കേണലിന്റെ പേരാണ് ആക്ച്വലി ലിനക്സ്. ടോട്ടലി ഗ്നു ലിനക്സ് എന്നാണ് പറയാ. യെസ്, ആ ഗ്നുവിന്റെ ആ കാളയോ പോത്തോ എന്താ ആ ലോഗോയെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റ്. ബ്ലാക്ക് വൈഗ്നസ് കേട്ടോ. ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റ് ഗ്നസ്. അപ്പൊ ഒന്നിച്ചാണ് വിളിക്കുക. ഗ്നു ലിനക്സ് ആണ് വിളിക്കുക. ഗ്നു എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ്, ഫ്രീ സോഫ്റ്റ്വെയർ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇടയ്ക്കൊരു സ്റ്റെക്ക് വന്നോ? ഓപ്പൺ സോഴ്സ്, ഫ്രീ സോഫ്റ്റ്വെയർ എന്നതിനെ സൂചിപ്പിക്കുന്നു. ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും അതിന്റെ OSന്റെ പേര് ലിനക്സ് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടിയാണ് ഉപയോഗിക്കുക. ഗ്നു ലിനക്സ് കേട്ടോ. ഗ്നു ലിനക്സ്. കേൾക്കുന്നില്ലേ? എന്തോ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെക്ക് വന്നു കേട്ടോ. യെസ്, അപ്പൊ അതും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റും ഗ്നസും ആണ് ഗ്നുവിന്റെ ലോഗോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഡോസ് ഏത് കമ്പനിയുടെ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡോസ് ഏത് കമ്പനിയുടെ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് മൈക്രോസോഫ്റ്റിന്റെ ആണ് അല്ലെ.
വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചതേ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണെന്ന് പഠിച്ചു നോക്കാം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത് ഏത് വർഷമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത് ഏത് വർഷമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതേ 1985 എന്ന് പഠിച്ചു നോക്കാം. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി പ്രോഗ്രാം ഉപയോഗിച്ചാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ലിനക്സിനെ ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ലിനക്സിനെ മോഡിഫൈ ചെയ്തിറങ്ങിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സിനെ മോഡിഫൈ ചെയ്തിറക്കിയതാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഉബുണ്ടുവിനെ മോഡിഫൈ ചെയ്തിറക്കിയതാണ് IT@School എന്ന് പറഞ്ഞ് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സിനെ മോഡിഫൈ ചെയ്തിറക്കിയതാണ് ഉബുണ്ടു. ഈ ഉബുണ്ടുവിനെ മോഡിഫൈ ചെയ്തിറക്കിയതാണ് നമ്മൾ ഉപയോഗിക്കുന്ന IT@School എന്ന് പറയുന്ന ഒരു OS. ഇനി ലിനക്സിനെ മോഡിഫൈ ചെയ്തിറക്കിയ മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് റെഡ് ഹാറ്റ്, ഡിബെയിൻ, ഓക്കെ, ഫെഡോറ, മാൻഡ്രീവ, ഓക്കെ, പപ്പി ലിനക്സ്, കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ലിനക്സ് ആണ് പപ്പി ലിനക്സ്. ഇങ്ങനെ 100 കണക്കിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സിനെ മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സബയോൺ നമുക്ക് നോക്കാം, ChatGPT ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഉബുണ്ടുവിനെ മോഡിഫൈ ചെയ്ത് ഇറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റെഡ് ഹാറ്റും ഡിബെയിനും ഫെഡോറയും മാൻഡ്രീവയും പപ്പി ലിനക്സും സബയോണും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോട്ട് ചെയ്തു നോക്കാം. ഇനി ഉബുണ്ടുവിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് ഇറക്കിയതാണ് ഇത് IT@School എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഉബുണ്ടുവിന്റെ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയായിരിക്കും ഉബുണ്ടുവിന്റെ ലോഗോ. ഇങ്ങനെയോ? ഇങ്ങനെ ഒരു ലോഗോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ വരച്ചതിന്റെ പ്രശ്നമാണ്. ഉബുണ്ടു ലോഗോ അതിനെന്താ പേര് പറയാന്ന് ആർക്കെങ്കിലും അറിയാമോ? ഉബുണ്ടുവിന്റെ ലോഗോ കണ്ടിട്ടില്ലേ നിങ്ങളെ? യെസ്, ഞാൻ വരച്ച ഇങ്ങനെയൊന്നും അല്ല അല്ലെ. ഉബുണ്ടുവിന്റെ ലോഗോ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് ഉബുണ്ടുവിന്റെ ലോഗോയിലുള്ളത് കേട്ടോ. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് ഉബുണ്ടുവിന്റെ ലോഗോയിലുള്ളത്. അപ്പൊ അതും പഠിച്ചു നോക്കാം. അപ്പൊ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആരാ കണ്ടുപിടിച്ചത്? ലിനക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ലിനക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരംഭിച്ചത് ലിനക്സ് ടോർവാൾഡ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ പറയാൻ വിട്ടു ഈ പറയുന്ന ഗ്രൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത്, ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈ കൺസെപ്റ്റിന് തുടക്കം കുറിച്ചത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. ഓക്കെ കേട്ടോ. ഗ്രൂ പ്രൊജക്ടിന്റെ തുടക്കം കുറിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് നോട്ട് ചെയ്തു. ലിനക്സ് കണ്ടുപിടിച്ചത് ലിനക്സ് ടോർവാൾഡ്സ്. ഗ്രൂ എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത് റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അതിനെ മോഡിഫൈ ചെയ്ത് ഇറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ് ലിനക്സിന്റെ ലോഗോയിലുള്ളത് എന്ന പോയിന്റ്, ഉബുണ്ടുവിന്റെ ലോഗോയിലുള്ളത് എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു. ഓക്കെ കേട്ടോ. ഇനി അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? മാക് OS എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലെ. ഏത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. ആപ്പിൾ കമ്പനി വന്നത് 1976 മുതലാണ്. അതിന്റെ സ്ഥാപകൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് ആണ് എന്നും പഠിച്ചു വെക്കാം. അവരാണ് ഈ പറയുന്ന
യെസ്, ഇന്ന് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വാണിജ്യപരമായിട്ട് വാല്യൂ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വാല്യൂ ഉള്ള കമ്പനിയാണ് ഏതെന്ന് പഠിച്ചു വെക്കാം. ഈ പറയുന്ന ആപ്പിൾ. സ്റ്റീവ് ജോബ്സ് ആണ് 1976 ഈ കമ്പനി കണ്ടുപിടിച്ചത് കേട്ടോ. വാല്യൂവിൽ ഏറ്റവും കൂടുതലുള്ളത് ഫാസ്റ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഏറ്റവും വേഗത കൂടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മാക്കിൻടോഷ് ആണ് എന്ന് നോട്ട് ചെയ്തു. അപ്പൊ അതും കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കണേ. യെസ്, അതും കൂടി കൂട്ടിച്ചേർത്ത് വെക്കണേ. അപ്പോ മാക്കിൻടോഷ് ആപ്പിളിന്റെ ആണ്. ആപ്പിളിന്റെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? iOS ആണ് കേട്ടോ. മൊബൈൽ എഴുതിയെടുക്കുന്നുണ്ട് വിചാരിക്കുന്നു. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിളിന്റെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iOS ആണ്. ലാപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്കിൻടോഷ് എന്ന് പഠിച്ചു. 1976 സ്റ്റീവ് ജോബ്സ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള വാല്യൂ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്കിൻടോഷ്. ഏറ്റവും വേഗത കൂടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്കിൻടോഷ് എന്നൊക്കെയുള്ള പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. യെസ്, അപ്പോ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന് തുടക്കം കുറിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്ന് പഠിച്ചു പോകാം കേട്ടോ. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണെന്ന് പഠിച്ചു പോകാം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 1985 എന്ന പോയിന്റ് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, യുണിക്സ് കണ്ടുപിടിച്ചത് ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, യുണിക്സ് കണ്ടുപിടിച്ചത് കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും മാർക്ക് ക്രിഗനറും അല്ലെ. എന്തായിരുന്നു മൂന്നാമത്തെ ആളെ പേര്? മൂന്നാമത്തെ ആള് വലിയ ഫേമസ് അല്ല കേട്ടോ. ഫേമസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബുക്കിലും ഇല്ല. ബ്രയാൻ കെർണിഗർ എന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ ഡോസും നമ്മളെ പഠിച്ചു. ബോസിൽ എത്ര ഇന്ത്യൻ ഭാഷകൾ സപ്പോർട്ട് ചെയ്യായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബോസിൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ ബോസിൽ എത്ര ഇന്ത്യൻ പിന്നെ ഭാഷകൾ സപ്പോർട്ട് ചെയ്യായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 18. ബോസ് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചത് ഓക്കെ, ബോസ് നിർമ്മിച്ചത് ആരായിരുന്നു? യെസ്, സീഡാക് ആണ് ബോസ് നിർമ്മിച്ചത് എന്ന് പഠിച്ചു. ഓക്കെ, ഇനി ലിനക്സിൽ ഒരുപാട് പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലെ. ലിനക്സിന്റെ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്രത്തോളം സൈസ് ഉള്ള കണ്ടന്റുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് വേർഡ് സൈസ് പറയും കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 32 ബിറ്റ് ആണ് അതിന്റെ വേർഡ് സൈസ്, 64 ബിറ്റ് ആണ് അതിന്റെ വേർഡ് സൈസ് എന്നൊക്കെ പറയും. ഓക്കെ, ഇന്ന് ഉപയോഗിക്കുന്നവർക്ക് 64 ബിറ്റ് ആണ്. ആദ്യ കാലത്ത് ഉണ്ടായിരുന്നത് വേർഡ് സൈസ് കുറവായിരുന്നു, 32 ബിറ്റ് എന്ന് പറയാറ്. ഓക്കെ, ഈ 64 ബിറ്റ് ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. ഈ 64 ബിറ്റിൽ വന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതും PSC ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നും കൂടി പറയാം, കമ്പ്യൂട്ടറിനുള്ളിൽ ഉപയോഗിക്കുന്ന നമ്മള് പിന്നെ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇൻഡയറക്ട്ലി അതേ അതിന്റെ പിന്നെ മെമ്മറിയിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സൈസ്, വേർഡിന്റെ സൈസിന്റെ ലെങ്തിനനുസരിച്ച് 32 ബിറ്റ് 64 ബിറ്റ് എന്നൊക്കെ പറയും. ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആ ബിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. കണ്ടിട്ടില്ലേ നിങ്ങള് OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 32 ബിറ്റ് OS ആണോ 64 ബിറ്റ് OS ആണെന്നൊക്കെ കാണാറില്ലേ? അപ്പോ 64 ബിറ്റ് OS ആണ് ഇന്ന് റീസെന്റ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യമായി വന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ഈ പറയുന്ന ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ. 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി വന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനക്സ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യെസ് ഏതായിരുന്നു? മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതെ യുണിക്സ് ആയിരുന്നു എന്ന പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഏറ്റവും വേഗത കൂടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേഗത കൂടിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യെസ് അതെ, അത് എന്താണ് പിന്നെ മാക്കിൻടോഷ് ആണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, 10 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എനിക്കൊരു 10 ദിവസം ക്ലാസ് എടുക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറയുന്നത് യുണിക്സ്, നമ്മൾ കേട്ടോ.
യെസ് മാക് OS. ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളിപ്പോ പറയുവേ കേട്ടോ. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളിപ്പോ പറയുവേ. യെസ് ആൻഡ്രോയിഡ്. ഹലോ, എന്തോ സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു റീഫ്രഷ് വരുന്നുണ്ടേ, അതവിടെ നിൽക്കട്ടെ. ആൻഡ്രോയിഡ്, iOS, വിൻഡോസ് സെർവർ OS, ഉബുണ്ടു, BSD. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടോ? ഒന്ന് പറയണേ. കട്ടാവാണോ? ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഒന്നുമില്ല. നമ്മൾ ആ കൂട്ടത്തിലേക്ക് നിങ്ങളിപ്പോ എഴുതിയെടുത്തില്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ മാക് OS എഴുതിയെടുത്തു, വിൻഡോസ് എഴുതിയെടുത്തു, ഡോസ് എഴുതിയെടുത്തു, ലിനക്സ് എഴുതിയെടുത്തു, ബോസ് എഴുതിയെടുത്തു, യുണിക്സ് എഴുതിയെടുത്തു, പിന്നെ ഇങ്ങനെ എഴുതിയെടുത്തില്ല. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര എഴുതിയാലും തീരൂല, എന്നാലും എഴുതിയെടുക്കുക. ഏത്? ആൻഡ്രോയിഡും iOS എഴുതണ്ട, അതിപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. BSD കേട്ടോ, ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ. BSD ഒന്ന് എഴുതിയെടുക്കാമോ? BSD സിസ്റ്റം ആണ്, ഫ്രം യുണിക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് BSD കേട്ടോ. ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ. ബാർക്ലേ. ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ. സൂം ചെയ്യണോ? ഒന്നുകൂടി സൂം ചെയ്യാം. ബാർക്ലേ കേട്ടോ, ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ യുണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ബാർക്ലേ കേട്ടോ, ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ പല ഓപ്ഷനിലും കാണാറുണ്ട് അത്, അതുകൊണ്ട് അതൊന്ന് എഴുതിയെടുത്താൽ നന്നാവും. യെസ്. പിന്നെ ക്രോം OS കേട്ടോ, ക്രോം OS ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. ഗൂഗിളിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രോം OS. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് എഴുതിയെടുക്കണേ. ക്രോം OS. ക്ലാസ് സ്റ്റക്ക് ആവുന്നുണ്ട്, സമ്മതിച്ചു. എന്തോ ഒരു സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു മെയിൻ്റെനൻസ് എന്തോ വരുന്നുണ്ടാവും. നെറ്റ്വർക്ക് അല്ലേ കേട്ടോ. അപ്പൊ ചെറിയ കാര്യം, നമ്മളൊരു 5 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ക്രോം OS ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്. ക്രോം OS എന്ന് പഠിച്ചു നോക്കാം. ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. ഓക്കെ, പ്രൈമറിലി യൂസ് വിത്ത് വെബ് ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. വെബ് ആപ്ലിക്കേഷനിലും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും ഒക്കെ, അതായത് ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രോം OS കേട്ടോ. ആരുടെയാണ്? ഗൂഗിളിന്റെ ആണ് എന്ന് പഠിച്ചു. പിന്നെ ക്രോം ബുക്ക് ലാപ്ടോപ്പിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രോം OS എന്നുള്ളത് പഠിച്ചു കേട്ടോ. ഓക്കെ, യെസ്, ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രോം OS എന്ന് പഠിച്ചു നോക്കാം. ബാർക്ലേ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ മറ്റൊരു OS ആണ്, യുണിക്സ് ബേസ്ഡ് ആണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ബാക്കിയൊക്കെ നമ്മളെ നോക്കിയത് തന്നെയാണ്, മാക്കും വിൻഡോസും ലിനക്സും യുണിക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അതാണ് കൂടുതലും PSC ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രോം OS എന്ന പോയിന്റ് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒരു 5-10 മിനിറ്റ് കൂടി എടുത്തോട്ടെ, എന്നാലേ നമുക്ക് ആ OSന്റെ ടോപ്പിക്, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി എടുക്കുമ്പോഴേ അതങ്ങ് മുഴുവനാവുള്ളൂ. ഒരു 15 മിനിറ്റ് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അത് കൂടെ എടുക്കാം. സ്റ്റെക്ക് എന്താ? സ്റ്റെക്ക് നമ്മുടെ പ്രശ്നമല്ല കേട്ടോ, അതിങ്ങനെ AT എന്ന് എഴുതി കാണിക്കുന്നില്ലേ? സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ്, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞതൊക്കെ ലിനക്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, യുണിക്സ് ആയിക്കോട്ടെ, ബോസ് ആയിക്കോട്ടെ, മാക് OS ആയിക്കോട്ടെ, എല്ലാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. എന്നാൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന പലജാതി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. ഇനി മൊബൈൽ ഫോണിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫാദർ ഓഫ് മൊബൈൽ ഫോൺ ടെക്നോളജി എന്നറിയപ്പെടുന്നത് ആരാ? മാർട്ടിൻ കൂപ്പർ. നിർമ്മിച്ചതിന്റെ 50-ാം വാർഷികം 2023 ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫാദർ ഓഫ് മൊബൈൽ ഫോൺ ടെക്നോളജി ആരാണ്? മാർട്ടിൻ കൂപ്പർ.
ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടറോള എന്ന് പഠിച്ചു. അതെ, 1973 വന്നത് അല്ലെ. യെസ്, 1973 വന്ന് വരുമ്പോഴല്ലേ 50 വർഷം ആകുമ്പോ 2023 ആവുള്ളൂ. അതെ, 73 വന്നത്. 50 വർഷം പൂർത്തിയാക്കി മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ. ആദ്യത്തെ മൊബൈൽ ഫോൺ മോട്ടറോള. ഇനി മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ആരാ നിർമ്മിച്ചത്? ഗൂഗിൾ ആണ് നിർമ്മിച്ചത്. ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയാമോ? ലിനക്സിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. ഓക്കെ, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലിനക്സിനെ ബേസ് ചെയ്തിട്ടാണ്. നിർമ്മിച്ചതാരാണ്? ഗൂഗിളാണ്. iOS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആപ്പിൾ കമ്പനി നിർമ്മിച്ചത്. iOS ആപ്പിൾ കമ്പനി നിർമ്മിച്ച. സിംബിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് നോക്കിയക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് CE മൈക്രോസോഫ്റ്റ് ഇതിന്റെ ഇടയിൽ വിൻഡോസ് ഫോണുകൾ ഇറങ്ങിയത്, വിൻഡോസ് ഫോണുകൾ അല്ലെ. ഓക്കെ, യെസ്, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫോണുകൾ, വിൻഡോസ് CE. പക്ഷെ അതൊന്നും ക്ലിക്ക് ആയില്ല, ആൻഡ്രോയിഡിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, പൊട്ടിപ്പോയി അല്ലെ. ബ്ലാക്ക്ബെറി OS ഇപ്പൊ നിർത്തലാക്കി. ബ്ലാക്ക്ബെറി നമ്മൾ iOS പിന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവര് iOS വലിയ അഹങ്കാരം പറയുമെങ്കിലും അതേപോലെ തന്നെ എന്താണ് അഹങ്കാരത്തോടെ ചില ആളുകൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ബ്ലാക്ക്ബെറി OS. അതും ഇപ്പോ ഉപഭോക്താക്കളില്ലാതെ ഇന്ത്യയിൽ നിർത്തി ബ്ലാക്ക്ബെറി OS കേട്ടോ. ബഡ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പറേറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ സാംസങ്. സാംസങ്ങിന്റെ ഒരു പെയ്ഡ് പ്രൊപ്പറേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ, പെയ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബഡ എന്ന് നോട്ട് ചെയ്തു. അപ്പൊ സാംസങ്ങിന്റെ ഒരു പ്രൊപ്പറേറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏതെന്ന് പഠിച്ചു പോകാം, ബഡ കേട്ടോ. യെസ്, അപ്പൊ ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊക്കെ? ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ് നിർമ്മിച്ചത്, ലിനക്സിന്റെ. iOS ആപ്പിളിന്റെ. സിംബിയൻ നോക്കിയക്ക് വേണ്ടിയിട്ട്, വിൻഡോസ് CE മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തു. ബ്ലാക്ക്ബെറി OS ബഡ സാംസങ് മൊബൈൽസിന് വേണ്ടി നിർമ്മിച്ച ഒരു പ്രൊപ്പറേറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നും പഠിച്ചു. കഴിഞ്ഞോ? എഴുതിയെടുത്തോ? മൊബൈൽ ഫോണിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിൻ കൂപ്പർ എന്ന് കിട്ടണം കേട്ടോ. ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിലുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ HTC ഡ്രീം. ഇനി എക്സാമ്പിൾസ് ഓഫ് ഓൺലൈൻ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ, ആപ്പിൾ ഐ സ്റ്റോർ, യെസ്. പിന്നെ ഇപ്പൊ എന്താണ് ഓപ്പോ സ്റ്റോർ ഒക്കെ ഉണ്ട്, ഓപ്പോ സ്റ്റോർ. നിങ്ങൾക്കൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം അറിയോ? ഇപ്പൊ പറയണോ? വേണ്ട അല്ലേ? പറയണോ? യെസ്, ഈ പറഞ്ഞ പോയിന്റ് ഇവിടെ പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്, പറയാൻ ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മള് നിങ്ങളെടുത്ത് ഓരോ കോഴ്സിനും ഓരോ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? പേയ്മെന്റ് വാങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാലം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എന്തെങ്കിലുമൊക്കെ ഭാവിയിലേക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾ അറിയണല്ലോ. യെസ്, അപ്പോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡിന്റെ പ്ലേ സ്റ്റോർ, ആപ്പിളിന്റെ ഐ സ്റ്റോർ, ഓപ്പോ സ്റ്റോർ, ഇങ്ങനെയുള്ള സ്റ്റോറുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കൺസോൾ അതിനകത്തേക്ക് കൊടുക്കുക. എന്നിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും ബാക്കി സർവീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്. ഇത്രയും കാലം നമുക്കൊരു ആപ്പ് പ്ലേ സ്റ്റോറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ചെറിയ ഫീസ് ഉണ്ടായിരുന്നു. എത്രയോ, ഒരു 2500-3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പ് സ്റ്റോറിൽ നമുക്കൊരു കൺസോൾ കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഗൂഗിള് പുതിയൊരു പോളിസി കൊണ്ടുവരികയാണ്. പേയ്മെന്റ് ഉള്ള ആപ്ലിക്കേഷനൊക്കെ 15% മുതൽ 30% വരെ ഗൂഗിളിന് പൈസ കൊടുക്കണം. അതായത് 100 രൂപ നമ്മളൊരു കോഴ്സ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 30 രൂപ ഗൂഗിളിന് കൊടുക്കണം. 100 രൂപയുടെ കോഴ്സിൽ പോളിസി വരുന്നുള്ളൂ കേട്ടോ. 18% GST നമ്മൾ എന്തായാലും നിങ്ങളൊക്കെ ബില്ലിലുണ്ട്. GST 18% GST. പിന്നെ ഈ സെർവർ മെയിന്റനൻസ് എന്നുള്ള രീതിയില് നമുക്ക് ഏകദേശം 5%, 5.9% ഒക്കെ സെർവർ മെയിന്റനൻസിന്റെ ചാർജുകൾ. പേയ്മെന്റ് ഗേറ്റ് വേക്ക് 2.9% ചാർജ് ഉണ്ട്.
ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കുന്ന അധ്യാപകർക്ക് ചാർജ് ചെയ്യും. ഇതൊക്കെ കൂടെ പോയി കഴിഞ്ഞാല് എന്നിട്ട് 199 രൂപയുടെ കോഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുന്ന ടീം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അവരെടുത്ത് എനിക്ക് ഇതില്ലാന്നേ പറയാനേ പറ്റുള്ളൂ അടുത്ത ഭാവിയിലേക്ക് പോകും. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ ഇത്രയേ ബാധകമുള്ളൂ. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല, ഒരു എത്തും പിടിയില്ല. ഇപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത കോഴ്സ് ആവുമ്പോഴേക്കും ഇങ്ങനെ എങ്ങാനും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി കോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തീരുമാനിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം 30% ഗൂഗിളിന് കൊടുത്തിട്ട് നമുക്കൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലത് വേറെ യൂട്യൂബിലൊക്കെ സ്വന്തമായിട്ട് ക്ലാസ് ചെയ്യുന്നതാണ് അല്ലെ. ആപ്പുകളും പ്ലേ സ്റ്റോറൊന്നും ഇല്ലാതെ യൂട്യൂബിൽ ക്ലാസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോ പ്ലേ സ്റ്റോറിന് ഇത്രയും കാലം ആ പ്രശ്നം ഇല്ലായിരുന്നു, അവർ വരാൻ പോകുന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള സ്റ്റോറാണ് പ്ലേ സ്റ്റോറ് എന്ന് മനസ്സിലാക്കുക. ഇത് 2006 മുതലേ പ്ലേ സ്റ്റോറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര. ഞാനിപ്പോ ഇത് കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ അറിയുന്നത്. ഈ 2024 ജനുവരിയില് ചെന്നൈ ഹൈക്കോടതി ഇത് വിധി പറഞ്ഞു. ഗൂഗിളിന് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം, ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ്, അവർക്ക് 30% ആക്കണമെങ്കിൽ 30% ആക്കാം, 50% ആക്കണമെങ്കിൽ 50% ആക്കാം എന്നുള്ളത്. അപ്പോ അവരുടെ തീരുമാനം എങ്ങനെയാ വരുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിനി മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ കേട്ടോ. നിലവിലുള്ള കോഴ്സേ ഇതുപോലെ തന്നെ തുടരും. അപ്പൊ ഗൂഗിൾ പ്ലേ സ്റ്റോർ 2008 ലോഞ്ച് ചെയ്തത്. അതായത് തുടക്കത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഇപ്പൊ eBay കമ്പനി, ഇപ്പൊ നിങ്ങൾ ഇത് പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾ ഇതിനകത്ത് ഡ്രീം 11 ഒക്കെ അറിയുന്ന ആളുകളുണ്ടോ? IPL ഒക്കെ കളിക്കുന്ന ആളുകൾ. ഡ്രീം 11 എന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ കിട്ടൂല. അറിയോ നിങ്ങൾക്ക്? ഡ്രീം 11 പല ആപ്പുകളും പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ല. അതിന് കാരണം എന്താ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്പുകളൊക്കെ ഇത്രയും പെർസെന്റേജ് ഗൂഗിളിന് കൊടുക്കണമെങ്കിൽ പിന്നെ ഇവർ ചെയ്യുന്ന ബിസിനസ് വെറുതെ ആയി പോലെ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താ ഭാവിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നോക്കാം. 2008 ഗൂഗിൾ പ്ലേ സ്റ്റോർ. ആൻഡി റൂബിൻ ആൻഡ് റിച്ച് മൈനർ. ഇത് കൊടുക്കാത്ത ആളുകൾ എന്ത് ചെയ്യും, എന്നാ പിന്നെ കൊടുക്കാതിരുന്ന എന്ത് ചെയ്യുന്നു ചിന്തിക്കേണ്ട, പ്ലേ സ്റ്റോർ റിമൂവ് ചെയ്ത് കളയും കേട്ടോ. അപ്പൊ പോളിസി വന്നു കഴിഞ്ഞാലേ നമ്മൾ അന്ന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ആപ്പുകൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല. എന്നാ വരുന്നത് അറിഞ്ഞൂടാ. അതായത് ആ പോളിസി ഇപ്പൊ ഇന്ന് വന്നു വിചാരിക്കാം, നാളെ മുതൽ പ്ലേ സ്റ്റോറിൽ നമ്മളെ ആപ്പ് ഉണ്ടാവില്ല. ഇത് കൊടുക്കാൻ നമ്മളെ ലീഗലി എഗ്രിമെന്റ് ചെയ്താൽ മാത്രമേ പ്ലേ സ്റ്റോറിൽ നമ്മളെ ആപ്പ് ഉണ്ടാവുള്ളൂ. നിലവിൽ ഡൗൺലോഡ് ചെയ്ത ആളുകൾക്ക് പ്രശ്നമില്ല, അല്ലാത്ത ആളുകൾക്ക് കേട്ടോ. ഓക്കെ. അപ്പോ ആൻഡ്രോയിഡ് കണ്ടുപിടിച്ചത് ആൻഡി റൂബിനും റിച്ച് മൈനറും ആണ്. ഇത് ഈ പച്ചവെള്ളം PSCയുടെ മാത്രം കാര്യമല്ല, ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാ ആപ്പുകളുടെയും കാര്യമാണ് കേട്ടോ. സ്പോട്ടിഫൈയുടെ ഒക്കെ ഇഷ്യൂ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ആൻഡി റൂബിനും റിച്ച് മൈനറുമാണ് എന്ന് പോയിന്റ് നോക്കിച്ചു. ടിക്ടോക്ക് നിരോധിച്ചു അല്ലെ. ടിക്ടോക്ക് നിരോധിച്ചപ്പോ അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിരുന്ന ആളുകളൊക്കെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ആത്മഹത്യ ചെയ്ത് നിന്നോ. പകരം ഫ്രീ ആയിട്ട് അതുക്കും മേലെയുള്ള ഇൻസ്റ്റഗ്രാം റീൽസ് വന്നു അല്ലെ. അതേപോലെ ഇവര് വാശി പിടിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോറുകാർ വരും അല്ലെ. അങ്ങനെയൊക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഏതായാലും ആൻഡി റൂബിനും റിച്ച് മൈനറുമാണ് ഏത് ആൻഡ്രോയിഡ് കണ്ടുപിടിച്ചത് എന്ന് വിളിച്ചു നോക്കാം. 2008 കേട്ടോ. ആദ്യത്തെ ആൻഡ്രോയിഡിൽ ഇറങ്ങിയ സ്മാർട്ട് ഫോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTC ഡ്രീം ആണ് എന്ന പോയിന്റും ഓർത്ത് കേട്ടോ. HTC ഡ്രീം. അപ്പൊ ആൻഡ്രോയിഡ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ. നോക്കിയേ നിങ്ങള് ആൻഡ്രോയിഡിന്റെ വേർഷൻസ്. ഓക്കെ. ആൻഡ്രോയിഡിന്റെ പലതരത്തിലുള്ള വേർഷൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൻഡ്രോയിഡ്, ഫ്രോയോ, ഹണി കോംബ്, കിക്കാറ്റ്. ആൻഡ്രോയിഡിന്റെ വേർഷൻസ് ഒക്കെ പറയുന്നത് ഈ പറയുന്ന തിന്നുന്ന സാധനങ്ങളുടെ പേരിലാണ്. കപ്പ് കേക്ക്, ഡൂനട്ട്, എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബെർഡ്, ഹണി കോംബ്, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിക്കാറ്റ്, ലോലിപോപ്പ്, മെഷമലോ, നഗറ്റ്, ഓറിയോ. ഓറിയോ വരെ ഇവിടെ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. ഇതിന്റെ ഓർഡർ നോക്കിയേ. AB അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തത്. CDEFGHIJI. ഇവിടെ ജെ ഇവിടെ ജെല്ലിബീൻ. JKLMNO. അങ്ങനെയാണ് അതിന്റെ ഓർഡറും പോകുന്നത് കേട്ടോ. ABCD ഓർഡറിലാണ് അതിന്റെ പേരുകൾ നിങ്ങൾ എഴുതി കാണുന്നുണ്ടോ? കപ്പ് കേക്ക് എഴുതി വെക്കേ. കപ്പ് കേക്ക്, ഡൂനട്ട്, എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്. ഈ വിശക്കുന്ന സമയത്ത് തന്നെ ഇത് പറയണം അല്ലെ. ഹണി കോംബ്, ജെല്ലി ബീൻ, ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ട് അതിന്റെ ഇടയില്.
IJ, K കിറ്റ്കാറ്റ്, L ലോലിപോപ്പ്, M മഷ്മെല്ലോ, N നെഗറ്റ്. ഈ നെഗറ്റ് ആവുന്ന സമയത്ത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നെയ്യപ്പം അല്ലെ, നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വോട്ട് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? നെയ്യപ്പം ഈ പറയുന്ന ആൻഡ്രോയിഡ് വേർഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ നെഗറ്റാണ് പറഞ്ഞത് കേട്ടോ. യെസ് ഓ. ഇനി 9ാമത്തെ ഇത് 9π, ഓറിയോ കഴിഞ്ഞിട്ട് പി എന്നുള്ളത് 9π എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. 9π എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പി. ഇനി ആൻഡ്രോയിഡ് 10 ഇറങ്ങി. 9 എന്നുള്ള പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ വേർഷന്റെ നമ്പർ വെച്ചിട്ടാണ് ഒഫീഷ്യലി ഇറക്കിയത്. ഓക്കെ, 10Q എന്ന പേരിൽ അറിയപ്പെട്ടു കേട്ടോ. യെസ്. ഇനി 11 ആണെങ്കിലോ PQR, റെഡ് വെൽവെറ്റ് എന്ന അൺഒഫീഷ്യൽ പേരുണ്ട് അതിന്, റെഡ് വെൽവെറ്റ്. ഇനി 12 RS എന്തായിരുന്നു? സ്നോകോൺ. 13 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ. 13 RST, തമിഴ്നാട്ടിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് തിരാമിസു. ഇതും PSC ചോദിച്ചു കഴിഞ്ഞ പരീക്ഷ, തിരാമിസു. 9π ആണ്. Q പിന്നെ 10Q, അത്രേ ഉള്ളൂ, വേറെ ഒരു പേരൊന്നും ഉണ്ടായിരുന്നില്ല. 6 ഇതൊന്ന് 9ന് ശേഷം ഒഫീഷ്യൽ പേരുകൾ 9, 10, 11, 12, 13 എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഈ തിന്നുന്ന സാധനങ്ങളുടെ പേര് അൺഒഫീഷ്യൽ ആണ്, പക്ഷെ അതും PSC ചോദിച്ചിട്ടുണ്ട്. 6 റെഡ് വെൽവെറ്റ്, S സ്നോകോണ്, T തിരാമിസു. അതും നോട്ട് ചെയ്തു. ഓക്കെ. 14 ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേര് വന്നോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം. ആൻഡ്രോയിഡ് 14. യെസ്, നെയിം നോക്കാം നമുക്ക്. അവിടെ ഉണ്ട് കേട്ടോ. TU, അപ്സൈഡ് ഡൗൺ കേക്ക്. അതുകൂടി നോക്കാം. യെസ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. യെസ്, ഓക്കെ. അപ്സൈഡ് ഡൗൺ കേക്ക്, അപ്സൈഡ് ഡൗൺ കേക്ക് കേട്ടോ. അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് നോട്ട് ചെയ്തു നോക്കാം. ആൻഡ്രോയിഡ് 14 ഡൗൺ കേക്ക്, അപ്സൈഡ് ഡൗൺ കേക്ക്, അതും കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കാം കേട്ടോ. 14 അപ്സൈഡ് ഡൗൺ കേക്ക്. ഓക്കെ, 15 എന്റെ മനസ്സിലുള്ളത്. ഇത് കൂട്ടിച്ചേർക്കാറുള്ളതായിരുന്നു നമ്മള്. 14 അപ്സൈഡ് ഡൗൺ കേക്ക് കേട്ടോ. യെസ്, പുതിയ ഫോണിലൊക്കെ 14 ആയിരിക്കും അല്ലെ. അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പഠിച്ചു വെക്കാം. UARSTU, അപ്സൈഡ് ഡൗൺ കേക്ക് കേട്ടോ. T തിരാമിസു എന്ന് പഠിച്ചു വെക്കാം. 12 സ്നോകോൺ, 6 റെഡ് വെൽവെറ്റ് എന്ന പോയിന്റും പുറത്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത് ആൻഡ്രോയിഡിന്റെ വേർഷൻ ആണെന്നുള്ള പോയിന്റ് അതും പഠിച്ച് വെക്കാം.